നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു സുപ്രധാന കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നു. നമ്മളേവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. എന്തെന്നാൽ ഇതിൻ്റെ പേരിൽ നൂറുകണക്കിന് ആൾക്കാരെ തല്ലിക്കൊല്ലുകയും ജാതിയുടെ മതത്തിൻ്റെയും പേരിൽ മനുഷ്യന്മാരെ വേർതിരിച്ച് കാണുകയും ചെയ്യുന്ന ഒരു പാർട്ടി ഭരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഈ ഇന്ത്യയിൽ ഇന്ന് എന്തിനു വേണ്ടിയാണോ അവർ മുറവിളി കൂട്ടിയത്, അതേ ഒരു സാധനത്തിനു വേണ്ടി മറ്റൊരു രാജ്യത്ത് പോയി നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഒപ്പുവച്ചിരിക്കുന്നു. മറ്റൊന്നുമല്ല, ബീഫ് കയറ്റി അയക്കുന്നതിന് വേണ്ടിയാണ്. മനസ്സിലായല്ലോ? ഈ സാധനം ആരുടെയെങ്കിലും കയ്യിൽ വെച്ചിരിക്കുകയോ ആരെങ്കിലും കടയിൽ വിൽക്കുകയോ അല്ലെങ്കിൽ അതിനെ കൊണ്ട് വെറുതെ എന്തിന്, ഇപ്പം നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് പോലും നമ്മുടെ കേരളത്തിലേക്ക് ഈ ബീഫ് എന്ന് പറയാം. അത് ബീഫ് പശുവാകാം, പോത്താകാം, ചിലപ്പോൾ കാളയാകാം, എന്തുമാകാം. ഇതിനെ ബീഫ് എന്ന സാധാരണഗതിയിൽ നമ്മൾ പറയുന്നു. ആ ഇന്ത്യയിലാണ് ബീഫ് നിരോധിച്ചത്. അപ്പോൾ മറ്റുള്ളവർ, അതായത് സ്വന്തം രാജ്യത്തിലുള്ള സാധാരണക്കാരനാവട്ടെ പണക്കാരനാവട്ടെ ആർക്കും സ്വന്തം രാജ്യത്ത് ഇത് കഴിക്കാൻ പാടില്ല. ഈ ബീഫ് നിരോധനത്തിൻ്റെ പിന്നിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ബീഫ് നിരോധിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ആൾക്കാർ ഇത് വാങ്ങി കഴിക്കില്ല. അങ്ങനെ വന്നാൽ ഇതിനെ ഒരുപാട് സുലഭമായ രീതിയിൽ ഈ പശുക്കളെ കിട്ടും. പശുക്കളെ കൊല്ലാൻ പാടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ബീഫ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ കൂടെ വെറും കാളയിറച്ചിയാണോ അയക്കുന്നത്? വെറും കാളയിറച്ചിയാണോ അയക്കുന്നത്? ഇന്ന് പല ഗൾഫ് കൺട്രികളിലും ബീഫിൻ്റെ ദൗർലഭ്യം കിട്ടുന്നില്ല. ബീഫ് പല രാജ്യങ്ങളും പല ഗൾഫ് കൺട്രികളിലും ബീഫ് ഇന്ന് കിട്ടാനില്ല. അങ്ങനെ കിട്ടാതെ വന്നപ്പോൾ ഈ സാധനം കയറ്റി അയക്കാൻ പറ്റുന്നില്ലല്ലോ. കയറ്റി അയക്കുന്നില്ല. നമ്മുടെ രാജ്യത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലോകത്തിൽ തന്നെ 2ാം സ്ഥാനത്താകണ്ടാണ് ഇന്ത്യ ബീഫ് കയറ്റി അയക്കുന്നതിൽ. അപ്പോഴാണ് നിരോധനം കൊണ്ടുവന്ന് പല മനുഷ്യരെയും തല്ലിക്കൊല്ലുകയും അടിച്ചു കൊല്ലുകയും ചെയ്യുന്നത്. കണ്ടില്ലേ, ഒരു ഗുജറാത്തിലെ ഒരു പേര്, ഒരു കടയ്ക്ക് ഒരു പേര് വെച്ചതിന് തല്ലി കട നശിപ്പിക്കുകയും അവിടെ തൊട്ടടുത്ത ഒരു ജിമ്മ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ചെന്ന് തൻ്റെ പേര് അതിനോടൊപ്പം ചേർത്ത് പറയുകയും വയസ്സായ ആ മനുഷ്യനെ രക്ഷിക്കുകയും ചെയ്തത്. അവിടെ രാഹുൽ ഗാന്ധി എല്ലാം ചെന്നു, രാജ്യത്തിൻ്റെ പല നേതാക്കളും അവിടെ ചെന്നു അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. നല്ല കാര്യം. ഇവിടെ അതല്ല വിഷയം. ഞാൻ ആലോചിക്കുന്നത്, ഈ ബീഫ് സാധാരണക്കാരൻ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ എന്തർത്ഥത്തിലാണ് രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്? സാധാരണക്കാരൻ സ്വന്തം രാജ്യത്ത് അവന് കഴിക്കാൻ അവകാശമില്ല, കയ്യിൽ വയ്ക്കാൻ അവകാശമില്ല, ഒന്നും പാടില്ല. അങ്ങനെ ഇരിക്കെ, അങ്ങനെ ഒരു നിയമം രാജ്യത്ത് നിലനിൽക്കവേ എങ്ങനെയാണ് ഇവർ ഈ സാധനം കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് മറ്റു രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്? അതെങ്ങനെ എക്സ്പോർട്ട് ചെയ്യും? മാത്രമല്ല, മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇത് ഇവിടെ സാധാരണക്കാരൻ കഴിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇതിൻ്റെ ലഭ്യത കുറയുമോ? അങ്ങനെയാണോ? ഈ പശുക്കളെയും മാട്ടിനെയൊന്നും കിട്ടാതെ വരുമോ? അപ്പോൾ ഇവരുടെ ഫാമിനകത്ത് വളർത്തുന്ന ഈ പശുക്കളെ മാത്രമാണോ കട്ട് ചെയ്ത് അയക്കുന്നത്? രണ്ടാമത്തെ കേസ്, ഒരു മെയിൻ ഒരു പോയിന്റ് ചോദിക്കാനുള്ളത്, ഒരു ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഹലാലായ വിഷയം എന്ന് പറയുന്നത്, ഒരു ഇസ്ലാം മതം വിശ്വസിക്കുന്ന ഇസ്ലാമായ ഒരു മനുഷ്യന് അത് അനുവദനീയമെങ്കിൽ മാത്രമേ അത് ഹലാലാവൂ. അപ്പോൾ ഇവിടെ ഇവരെങ്ങനെ ഹലാൽ മറ്റ് രാജ്യങ്ങളിൽ കയറ്റി അയച്ച് ഈ ആൾക്കാർക്ക് ഹലാൽ എന്ന് സീൽ വയ്ക്കും? എങ്ങനെ അതിനുള്ളിൽ അതിൻ്റെ പാക്കിങ്ങിൻ്റെ പുറത്ത് ഹലാൽ എന്ന് എഴുതും? എങ്ങനെ എഴുതും? ഇവർ ചെയ്യുന്നത് ഇത് ശരിയാണോ? ശരിയാണോ? ഒരു മുസ്ലിം കട്ടിയതെങ്കിൽ മാത്രമല്ലേ അത് ഹലാലാവൂ. മറ്റൊരു മതക്കാരൻ, മറ്റൊരു വിശ്വാസി, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ ഇനി മിഷനാവട്ടെ, ഇതോ ആവട്ടെ, അങ്ങനെ വെച്ച് കട്ട് ചെയ്ത് മറ്റു രാജ്യങ്ങളിൽ ഇത് ഹലാൽ, ഞങ്ങൾ കമ്പനി ഇത് ഹലാലാക്കി നിങ്ങളുടെ രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ഹലാലാകുമോ? അപ്പോൾ ഇവിടെ ബിസിനസ് തന്ത്രമാണ്. ഇവിടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 2012 തോന്നുന്നു, അദ്ദേഹം പറഞ്ഞതാണ്, രാജ്യത്ത് ഏറ്റവും കൂടുതൽ ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അത് കാണുമ്പോൾ എനിക്ക് നെഞ്ചുവേദന എടുക്കുന്നു, എൻ്റെ ഹൃദയം പൊടിയുന്നു, എൻ്റെ ഹൃദയം തകരുന്നു. നമ്മുടെ മാതാവിനെ കൊന്ന് മറ്റുള്ളവർക്ക് തിന്നാൻ കൊടുക്കുന്നു.
നമ്മുടെ രാജ്യത്തെ നമ്മുടെ മാതാവിനെ കൊന്നു തിന്നാൻ കൊന്ന് കട്ട് ചെയ്ത് നമ്മുടെ രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് കയറ്റി അയക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി. ഇന്ന് അതിൻ്റെ രാജ്യത്ത് അതിൻ്റെ ദൗർലഭ്യം വർദ്ധിക്കുന്നു. സാധനം കയറ്റി അയക്കാൻ കഴിയാതെ പല കമ്പനികളും ഇന്ന് വിഷമിക്കുകയാണ്. കാരണം യുദ്ധങ്ങളും അതും ഇതും ഒരു ബിസിനസ്സും ലോകത്ത് ഒന്നും നടക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നടക്കാതെ വന്നപ്പോൾ ഇത് കയറ്റി അയക്കാതെ വന്നു. അങ്ങനെ വന്നപ്പോൾ ഇനി മറ്റൊരു രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അതിനൊരു കരാറുണ്ടാക്കുന്നു. ഹലാലായ സാധനങ്ങൾ, ഹലാലായ ബീഫ് ഞങ്ങളുടെ രാജ്യത്ത് നിന്നും നിങ്ങളുടെ രാജ്യത്തേക്ക് കയറ്റി അയക്കാം. ഇത് എന്ത് മറിമായമാണ്? ഇതെന്ത് മറിമായമാണ്? എങ്ങനെയാണ് ഇത് ഹലാലാവുന്നത്? ഇതിൻ്റെ പേരിലല്ലേ എത്രയോ മനുഷ്യരെ ഈ യുപിയിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് തല്ലിക്കൊന്നത് അല്ലേ? അപ്പോൾ ഒരു മുസ്ലിം രാജ്യത്തിൻ്റെ സാധനങ്ങളെല്ലാം വേണം, അല്ലെങ്കിൽ അവരുടെ പണം വേണം. പക്ഷേ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഇന്ത്യയിൽ അവർ ജീവിക്കാൻ പാടില്ല, അവർ സമാധാനമായിട്ട് ജീവിക്കാൻ പാടില്ല. അവർ ചെയ്യുന്നതെല്ലാം കുറ്റമാണ്. അത് എങ്ങനെയാണ് ആ കുറ്റമാകുന്നത്? എങ്ങനെയാണ് അവരെ കുറ്റക്കാരാക്കുന്നത്? രാജ്യത്ത് ഈ ഒരു ഗവൺമെൻറ് നമ്മുടെ രാജ്യം ഭരിക്കുന്നതിന് മുമ്പ് ആൾക്കാർ പലരും ഇതിനെ വെട്ടുന്ന സ്ഥലത്ത് പോയി വാങ്ങുകയും ആഹാരം വെച്ച് കഴിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. വിചിത്രമെന്ന് പറയട്ടെ, തമിഴ്നാട്ടിലെ ഒരു ജില്ലാ കോടതിയോ ഹൈക്കോടതിയോ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു, പശുവിനെ കൊല്ലാൻ പാടില്ല എന്ന്. പശുവിനെ കൊല്ലുന്നതിന് ആർക്കും ഒരു താല്പര്യവുമില്ല. അതിനെന്തിനാണ് കൊല്ലുന്നത്? പക്ഷേ കൊന്നു വരുന്ന സാധനം, കട്ട് ചെയ്ത് വരുന്ന സാധനം കഴിക്കാമല്ലോ. അതിനും നമ്മുടെ രാജ്യത്ത് അനുവാദമില്ല. അപ്പൊ ഇതൊരു ശരിക്കും രാഷ്ട്രീയകരമായ നാടകമല്ലേ? രാജ്യത്തെ ജനങ്ങളെ പറ്റിക്കുകയല്ലേ ചെയ്യുന്നത്? സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, പാർട്ടിയെ വളർത്തുന്നതിന് വേണ്ടി, അധികാര കസേരയിൽ ഇരിക്കുന്നതിന് വേണ്ടി രാജ്യത്തുള്ള ജനങ്ങളെ കബളിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? ഇവിടെ മുസ്ലിങ്ങൾ വിരോധികൾ, സ്വന്തം രാജ്യത്ത് മുസ്ലിങ്ങൾ കട്ട വിരോധികൾ, അവിടം വിട്ട് മറ്റൊരു രാജ്യത്ത് പോയാൽ അവരെ ചേർത്ത് പിടിക്കുന്നു, അവരെ കൂടെ അവരുടെ തോളിൽ കൈയിടുന്നു, അവർ പറയുന്നത് എന്തും ചെയ്യുന്നു, അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു. തിരിച്ച് നമ്മുടെ നാട്ടിൽ സ്വന്തം രാജ്യത്തെത്തിയാൽ അവർ വിരോധിയായി. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ട്രംപിൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരെ കുറച്ച് പെട്രോൾ ഇറക്കാൻ, കുറച്ച് ഗ്യാസ് ഇറക്കാൻ? മുസ്ലിം രാജ്യത്തിൻ്റെ ഈ സാധനങ്ങളൊന്നും ആവശ്യമില്ല. മുസ്ലിങ്ങൾ ചെയ്യുന്നതെല്ലാം തെറ്റല്ലേ? മുസ്ലിങ്ങൾ കുറ്റക്കാരാണല്ലോ എവിടെയും. അങ്ങനെ വന്നാൽ ട്രംപിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവരുടെ രാജ്യത്ത് നിന്ന് കുറച്ച് പെട്രോൾ ഇറക്കി, കുറച്ച് ഗ്യാസും ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരൂലേ? ഇന്ന് ഗ്യാസിന് എത്രയാണ് വില? ഒരു കുറ്റി ഗ്യാസിന് എന്താണ് വില? നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതേ പാർട്ടിയാണ് 2013-14 ഇലക്ഷൻ, 2014 മുമ്പ്, അതായത് 2012, 13, 14 ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ എത്ര സമരമാണ് ചെയ്തത്? 50 രൂപയ്ക്ക് ഈ ഗവൺമെൻറ് വന്നാൽ, അതായത് BJP ഗവൺമെൻറ് വന്നാൽ, മിത്രങ്ങളെ നിങ്ങൾ ആലോചിക്കണം, 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കും എന്ന് ഈ ഗവൺമെൻറ് വാഗ്ദാനം നൽകിയിരുന്നു. ഈ 50 രൂപയുടെ പെട്രോൾ എവിടെ? രാജ്യത്ത് ഇന്ന് ഓരോ സ്ഥലത്തും ഓരോ വിലയാണ്. ആ 50 രൂപയുടെ പെട്രോൾ എവിടെ? എടുത്തിട്ട് കിട്ടുന്നില്ലേ? പൊതുജനങ്ങൾക്ക് കൊടുക്കാൻ കിട്ടുന്നില്ലേ? ഒരു കുറ്റി സിലിണ്ടറിന് ഇന്ന് വില എന്താ? 1000 രൂപ. 1 ലിറ്റർ പെട്രോളിന് എന്താ വില? 111, 112 രൂപ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ വാഗ്ദാനങ്ങൾ എവിടെ? പിന്നെ ഈ പറയുന്ന രാജ്യങ്ങളിൽ നിന്നും, അതായത് ഒരു ഇസ്ലാമിക കൺട്രികളിൽ നിന്നും നിങ്ങൾക്ക് ഒന്നും വേണ്ട. അവർ എല്ലാം കട്ട വിരോധികളാണ്. അപ്പോൾ അവരുടെ നിന്നും പെട്രോൾ വാങ്ങണ്ട, അവരുടെ നിന്ന് ഗ്യാസ് വാങ്ങണ്ട. ട്രംപണൻ്റെ അടുത്ത് പറഞ്ഞ് കുറച്ച് പെട്രോൾ ഇറക്കി നിങ്ങൾക്ക് ഈ ആവശ്യങ്ങളെല്ലാം നടത്തിക്കൂടെ? അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ രാജ്യത്ത് കുറച്ച് പെട്രോൾ ഇറക്കാൻ ട്രംപണൻ്റെ അടുത്ത് പറഞ്ഞാൽ സംഭവം നടക്കൂലേ? മിത്രങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ ബീഫ് വെച്ചിരുന്നതിൻ്റെ പേരിൽ എത്ര മനുഷ്യരെയാണ് നിങ്ങൾ ഈ യുപിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും തല്ലിക്കൊന്നതെന്ന്? ഈ ബീഫ് ഒരു ഉപജീവനമാർഗമാക്കി മാറ്റിയ എത്രയോ ആൾക്കാരാണ് നിങ്ങൾ തല്ലിക്കൊന്നത്? മിത്രങ്ങളെ, നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇന്ന് നമ്മുടെ സുരേഷ് ഗോപി ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നുണ്ട്. രാജ്യത്ത് ആരും പടക്കം പൊട്ടിച്ച് പ്രശ്നം ഉണ്ടാക്കിയതല്ല, യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളാണ് ഇതിനെല്ലാത്തിനും കുഴപ്പമെന്ന്. ഒരു രാജ്യം അല്ലെങ്കിൽ മറ്റൊരു രാജ്യം
യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മറ്റൊരു രാജ്യത്തിന് അറിയില്ലേ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ പ്രശ്നങ്ങളെ നേരിടാൻ നാം സജ്ജരായിരിക്കണമെന്ന് ആ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കറിയില്ലേ, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കറിയില്ലേ, വകുപ്പ് മേധാവികൾക്കറിയില്ലേ, അല്ലെങ്കിൽ മന്ത്രിമാർക്കറിയില്ലേ? ആർക്കാണ് അറിയാത്തത്? ഇന്ന് രാജ്യത്തിൻ്റെ സാധാരണക്കാരനും അറിയാമല്ലോ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്ത് പ്രശ്നമുണ്ടായാൽ അത് നമ്മളെ ബാധിക്കുമെന്ന്. അങ്ങനെ ഇരിക്കവേ ഒരു രാജ്യത്തിൻ്റെ ഭരണകക്ഷികൾ എങ്ങനെയാണ് ഇത്തരം മ്ലേച്ഛമായ വർത്താനം പറയുന്നത്? എങ്ങനെയാണ് മ്ലേച്ഛമായ രീതിയിൽ സംസാരിക്കുന്നത്? എങ്ങനെയാണ് പോസ്റ്റ് ഇടുന്നത്? അപ്പോ നിങ്ങൾക്ക് ആവശ്യം അധികാരമാണ്, നിങ്ങൾക്ക് ആവശ്യം കസേരയാണ്, നിങ്ങൾക്ക് ആവശ്യം മൂല്യങ്ങളാണ്. മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ അധികാരത്തിൻ്റെ മൂല്യങ്ങൾ. അധികാരമുണ്ടാക്കി വെക്കുക, അവിടെ നിന്ന് ഉള്ള ജീവിതകാലം മുഴുവനും രാജ്യം ഭരിക്കുക. ഭയപ്പെട്ടിരിക്കുന്നു കാക്രോച്ചി പാറ്റകൾ കടിച്ചു തിന്നാൻ വരുന്നു. അവരെ കളിയാക്കി ആ അപമാനത്തിൽ നിന്നും അവർ ശക്തി പ്രാപിച്ചു. ഇന്ന് ഇന്ത്യയിലെ ഒട്ടുമുക്കാൽ യുവാക്കളും ഇവരുടെ പിന്നാലെ പോവുകയാണ്. അവരൊരു പാർട്ടിയായി മാറുമോ എന്നുള്ള കാര്യത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അതിലും വലിയ പാർട്ടികൾ ഇന്ന് ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പാർട്ടികൾ തന്നെ ഇന്ന് രാജ്യത്തിൻ്റെ രണ്ടും കൈവിട്ട് നിൽക്കുകയാണ്. അവർ എന്ത് ചെയ്യണമെന്ന്. പക്ഷേ ഈ സമൂഹം ഇന്ന് ആലോചിക്കുന്ന ഓരോ പ്രവൃത്തികളും പണ്ട് രാഹുൽ ഗാന്ധിയും അതുപോലുള്ള വ്യക്തികളും പറഞ്ഞിരുന്നു. ഈ ഭരണം കൊണ്ടുപോകുമ്പോഴാണ് ആദരവോടുകൂടി ഓർക്കേണ്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു, ശ്രീ മൻമോഹൻ സിംഗ്. അദ്ദേഹം ഇതിലും വലിയ സാമ്പത്തിക പ്രശ്നം രാജ്യത്തുണ്ടായി. അന്ന് രാജ്യത്തെ തടഞ്ഞു നിർത്തിയ വലിയ ബുദ്ധിമാനായ മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തെയും കളിയാക്കിയിരുന്നു. ഇന്നത്തെ നമ്മുടെ രാജ്യത്തിന്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ മൻമോഹൻ സിംഗിനെയും കളിയാക്കിയിരുന്നു. ഇന്ന് അദ്ദേഹം ആ സീറ്റിൽ ഇരിക്കുകയാണ്. കളിയാക്കിയ വ്യക്തി ഇന്ന് ഭരണത്തിലിരിക്കുന്ന പ്രധാനമന്ത്രിയായി ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. രാജ്യം ഇന്ന് പട്ടിണിയുടെ കൊടുമുടിയിലെത്തിയിരിക്കുന്നു, തൊഴിലില്ലായ്മയുടെ കൊടുമുടിയിലെത്തിയിരിക്കുന്നു. രാജ്യം വിലക്കയറ്റത്തിന്റെ എവറസ്റ്റിന്റെ ഏറ്റവും മുകളിലെത്തിയിരിക്കുന്നു. സാധനങ്ങൾ കിട്ടാനില്ല. സാധനങ്ങൾ എവിടെ പോകട്ടെ? സാധാരണക്കാരൻ എന്ത് ചെയ്യണം? സാധാരണക്കാരനായ ഒരുത്തൻ ഒരു ദിവസം ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് രാജ്യത്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. അത്രത്തോളം വിലക്കയറ്റം അതിക്രമിച്ചിരിക്കുന്നു. ഇതിനെല്ലാം പരിഹാരം എന്ന് കാണും? ഇനി ഒരു 25 കൊല്ലം കൂടെ നിങ്ങൾ ഭരിച്ചിട്ട് കാണും എന്നാണോ? അല്ലെങ്കിൽ ഇതിനെല്ലാം ഒരു പരിഹാരം കണ്ടെത്താം എന്നാണോ നിങ്ങൾ കരുതുന്നത്? ആണോ? മിത്രങ്ങൾ എവിടെയാണ്? 50 രൂപയുടെ പെട്രോളൊന്നും കൊടുക്കാൻ നിങ്ങൾ സജ്ജരാകുന്നില്ലേ? ഈ ബീഫ് കയറ്റി അയക്കുന്നതിന് നിങ്ങൾ എന്തുകൊണ്ടാണ് ശബ്ദിക്കാതിരിക്കുന്നത്? മിത്രങ്ങളെ, സംഘികളെ, നിങ്ങൾ എന്തുകൊണ്ടാണ് ശബ്ദിക്കാതെ ഇരിക്കുന്നത്? ഇത്രയും രാജ്യത്തിന്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ ബീഫ് കയറ്റുമതി അയക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അത് UP-യിലാണ്. അവിടെ നിന്നും ഈ ബീഫ് ഇത്രയും കയറ്റി അയക്കുമ്പോൾ, മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം കയറ്റി അയക്കുമ്പോൾ സംഘികളും മിത്രങ്ങളും എന്തുകൊണ്ട് ഇത് തടയുന്നില്ല? നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു നിയമമുണ്ട്. അതായത് ഇതിനെ കട്ട് ചെയ്യാനോ തിന്നാനോ മറ്റെവിടെ ഒരിടത്തും അയക്കാനോ പാടില്ല. അങ്ങനെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് തടയാൻ ഒക്കുന്നില്ല? അപ്പോൾ നിങ്ങൾ കളിക്കുന്നത് നാടകമല്ലേ? സാധാരണക്കാരനെ പറ്റിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അല്ലേ? ഇവിടെ നിങ്ങൾക്ക് ആവശ്യം അധികാരമാണ്. അധികാരത്തിന് സാധാരണക്കാരനെ കരുവാക്കുകയാണ് ചെയ്യുന്നത്. അടുത്തൊരു വിഷയമായി വരാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.